ഗദ്യസാഹിത്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗമായിട്ട് രണ്ടാമത്തെ യൂണിറ്റായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് അൽ ഖിസ്സ അൽ ഖസീറയാണ്, ഷോർട്ട് സ്റ്റോറിയാണ്. ഖിസ്സ അൽ ഖസീറ ഈ പാഠഭാഗത്തിൽ നമ്മൾ പഠിക്കേണ്ടത് എന്താണ് ഖിസ്സ അൽ ഖസീറ എന്നതും എന്നാണ് അത് തുടക്കം കുറിച്ചത്, എങ്ങനെയാണ് അതിൻ്റെ വികാസം സംഭവിച്ചത്, ഇപ്പോൾ ആ മേഖലയിൽ എഴുതി നിൽക്കുന്ന അല്ലെങ്കിൽ തിളങ്ങി നിൽക്കുന്ന ആധുനിക സാഹിത്യത്തിലെ അറബി സാഹിത്യത്തിലെ എഴുത്തുകാരായ ആളുകൾ ആരൊക്കെയാണ്, ആധുനിക അറബി സാഹിത്യത്തിൽ എന്നാണ് ഖിസ്സ ഖസീറ ആരംഭം കുറിച്ചത് എന്നീ ചോദ്യങ്ങൾക്കുള്ള തിരിച്ചറിവുകൾ നമുക്ക് ഈ പാഠഭാഗത്തിൽ നിന്ന് ഉണ്ടാക്കേണ്ടതുണ്ട്. അതോടൊപ്പം ആ വിഷയം നമുക്ക് നമ്മളെ മെമ്മറിയിലേക്ക് എത്തിയ കാര്യം അറബി ഭാഷയിൽ എഴുതാൻ കഴിയേണ്ടതുമുണ്ട്. അൽ ഖിസ്സ അൽ ഖസീറ, ഇതിൽ റുവാദുൽ അദബ്, അതുപോലെ അഷ്ഹറു കുത്താബിൽ ഖിസസ്, കഥ എഴുത്തുകാരിൽ അറബികളായ പ്രഗത്ഭരായ പ്രമുഖരായ കഥ എഴുത്തുകാർ. ഇത്രയുമാണ് നമ്മൾ ഈ പാഠത്തിൻ്റെ സാരാംശമായിട്ട് പഠിച്ചെടുക്കേണ്ടത്. അൽ ഖിസ്സ അൽ ഖസീറ. അൽ ഖിസ്സത്തുൽ ഖസീറ കജിൻസിൻ അദബിയ്യിൻ കാനത് തശക്കല ജുസ്അൻ ലാ യതജസ്സ മിനൽ അദബിൽ അറബിൽ ഇസ്ലാമി മുൻദു ബിദായത്തിൽ ഖദാറത്തിൽ ഇസ്ലാമിയ്യ. ചരിത്രപരമായ ഒരു അന്വേഷണം നമ്മൾ നടത്തുകയാണെങ്കിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നൊരു കാര്യം, അൽ ഖിസ്സ അൽ ഖസീറ കജിൻസിൻ അദബിയ്യിൻ, ഒരു സാഹിത്യ ഇനം എന്ന രീതിയിൽ അറബി സാഹിത്യത്തിൽ ചെറുകഥ, കാനത് തശക്കല ജുസ്അൻ ലാ യതജസ്സ മിനൽ അദബിൽ അറബിൽ ഇസ്ലാമി, ഇസ്ലാമിക സാഹിത്യ കാലഘട്ടത്തിൽ തന്നെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഭാഗമായിട്ട്, ജുസ്ഉൻ ലാ യതജസ്സ എന്ന് പറഞ്ഞാൽ പിഴുതുമാറ്റാൻ കഴിയാത്ത ഒരു പാർട്ട്, ആ ഒരു ഭാഗം എന്ന അർത്ഥത്തിലാണ്. അത് മുൻദു ബിദായത്തിൽ ഖദാറ അൽ ഇസ്ലാമിയ്യ, ഇസ്ലാമിക സംസ്കാരത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അത് നമുക്ക് ആലോചിച്ചാൽ തന്നെ കിട്ടും. കാരണം വക്കാന സർദുൽ ഖിസ്സ മൗജൂദ ഫി ശിഅരി വൽ ഹിക്കായാത്ത്, ഹിക്കായാത്തുകൾ, അനുഭവകഥകൾ പറയുന്നിടത്തും കവിത പറയുന്നിടത്തുമൊക്കെ, കവിത ആലപിക്കുന്നിടത്തുമൊക്കെ സർദുൽ ഖിസ്സ, ഒരു കഥ പറയൽ അതിലുണ്ടായിരുന്നു. ചില കഥകളിലേക്കുള്ള സൂചകങ്ങൾ അതിൽ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. വൽ അറബു കാനു യഅരിഫൂനൽ ഖിസ്സ വ അൻവാഅഹൽ മുഖ്തലിഫ, അറബികൾക്ക് കഥയറിയാം, കഥയുടെ വിവിധ രൂപങ്ങൾ അറിയാം. പിന്നെ അവർ കേട്ടു, ലമ്മ ഇസ്തമഉ ഇലൽ ഖിസസിൽ ഖുർആൻ, ഖുർആൻ തന്നെ പല കഥകൾ പറയുന്നുണ്ട്, പല പ്രവാചകന്മാരുടെ കഥകൾ, മറ്റു കഥകൾ ഒക്കെ ഖുർആനിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. വഖിസസുൽ അംബിയാഇ വൽ ഖുദമാഇ മിനൽ ഹികായത്തി വൽ ഹദീസ്, ഹിക്കായത്തുകളിലും വിവരണങ്ങളിലും ഹദീസുകളിലുമൊക്കെ പഴയ പ്രവാചകന്മാരുടെ ചരിത്രങ്ങളും മുൻഗാമികളുടെ ചരിത്രങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. അൽ അംബിയ പ്രവാചകന്മാർ എന്നാണെങ്കിൽ, വൽ ഖുദമാഇ എന്ന് പറഞ്ഞാൽ മുൻഗാമികളായ ആളുകൾ, പഴയ ആളുകൾ. വലാകിനിൽ ഖിസ്സ അൽ ഖസീറ ലം തദ്ഹറ ഫിൽ ആലമിൽ അറബി കഫന്നിൻ മിൻ ഫുനൂനിൽ അദബി മഅ ശുറൂതിഹൽ കാമില. പക്ഷെ അന്നൊക്കെ കഥ പറച്ചിലുണ്ടായിരുന്നു. മനുഷ്യർ പരസ്പരം സംസാരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ, മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും ആശയങ്ങൾ കൈമാറ്റം ചെയ്യുന്ന കാലഘട്ടത്തിൽ തന്നെ, നമ്മളിപ്പോൾ രണ്ടാളുകളിരുന്ന് സംസാരിക്കുകയാണെങ്കിൽ നമ്മളെ പഴയകാല കാര്യങ്ങൾ ഇങ്ങനെ പറയും, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ മുമ്പ് സംഭവിച്ച ചില വിഷയങ്ങൾ ഇങ്ങനെ പറയും. അതുപോലെ കഥ പറയുന്നൊരു കാര്യം അക്കാലഘട്ടത്തിൽ തന്നെ, പഴയ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ കഥ, ഖിസ്സ അൽ ഖസീറ എന്ന നമ്മുടെ ഒരു സാഹിത്യത്തിൻ്റെ ഇനമായിട്ട്, ഒരു കലാരൂപത്തിൻ്റെ ഭാഗമായിട്ട്, സാഹിത്യത്തിൻ്റെ ഇനം എന്നതിലപ്പുറം ഒരു കലാരൂപമായിട്ട് അതിന് ചില നിബന്ധനകൾ വെക്കും. അങ്ങനെയാണല്ലോ. അപ്പോൾ നമ്മൾ പല മത്സരങ്ങളും കലോത്സവങ്ങളും മത്സരങ്ങളൊക്കെ നടക്കുമ്പോൾ എല്ലാവരും പാട്ട് പാടുന്നു, എല്ലാവരും അവതരിപ്പിക്കുന്നു. അതിൽ നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് ഒക്കെ സെലക്ട് ചെയ്യുമ്പോൾ ആ ഒരു പദ്യം ആലപിക്കുന്നതിന്, അല്ലെങ്കിൽ ഒരു പ്രസംഗം നടത്തുന്നതിന് അതിന് ചില നിശ്ചിത നിബന്ധനകൾ വെച്ചിട്ടുണ്ടാകും. ആ നിബന്ധനകൾ ഒത്തുനോക്കി അത് മുഴുവൻ കവർ ചെയ്യുന്ന ആളുകൾക്കാണ് നമ്മൾ മത്സരത്തിൽ ഫസ്റ്റ് പ്രൈസുകളും ട്രോഫികളും ഗ്രേഡുകളും ഒക്കെ തീരുമാനിക്കുന്നത്, ഗ്രേഡുകളുടെ ഉയർച്ച താഴ്ചകളൊക്കെ തീരുമാനിക്കുന്നത്. അതുപോലെ കഥ എന്നതിന് അറബി സാഹിത്യം അല്ലെങ്കിൽ സാഹിത്യ ലോകം വെച്ച ഒരു സമ്പൂർണമായ നിബന്ധന ലോകമുണ്ട്. അതിനാണ് ഷുറൂത്തിഹ അൽ ഖാമില, ഷുറൂത്തിൻ്റെ നിബന്ധനകൾ എന്നാണ് നമ്മൾ മലയാളത്തിൽ അർത്ഥം വെക്കേണ്ടത്. ഇല്ല മുൻദു ബിദായത്തിൽ ഖർനുൽ 20 ദാലിക ഹീനമാ ഹസല ഇഹ്തികാകുൽ റബ്ബിൽ ഗർബ്. അത് 20-ാം നൂറ്റാണ്ടിലാണ്. 20-ാം എന്ന് പറയുമ്പോൾ 19 എന്ന് പറഞ്ഞിട്ടുള്ള 19 കഴിഞ്ഞ് പറയുന്ന 1916, 17, 17, 30, 40 അങ്ങനെ 6 വർഷങ്ങളാണ് 20 എന്ന് പറയുന്നത്. പ്രത്യേകം ഓർത്ത് വെക്കണം. ബിദായത്തുൽ ഖർനുൽ 20 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലായിരുന്നു. അതെപ്പോഴാണ്, എങ്ങനെയാണ് സംഭവിച്ചത്? ദാലിക ഹീനമാ ഹസല ഇഹ്തികാകുൽ അറബി ബിൽ ഗർബി, അറബികളും ഒറബുകളും പാശ്ചാത്യരുമായിട്ടുള്ള ഇടകലർച്ചയുടെ ഭാഗമായിട്ട് ലഭ്യമായ
ഒരു സുന്ദര രൂപമാണ് കഥ എന്നത്. അതിൻ്റെ സമ്പൂർണ്ണ നിബന്ധനകളടങ്ങിയ കഥയുടെ രൂപം. وأثرت وتأثرت كل منهما بالآخر نتيجة تأثر العرب بالأدب العربية. അറബികൾ പാശ്ചാത്യരായ ഗർബുകളുടെ സാഹിത്യവുമായി ഇടകലർന്നതിൻ്റെ ഭാഗമായിട്ട് പരസ്പരം അത് സ്വാധീനം ചെലുത്തപ്പെട്ടു. ബിശക്കിലിൻ ആമിൻ, അതൊരു സമ്പൂർണ്ണ ഒരു പൊതുരൂപത്തിൽ. വബിഫന്നിൽ ഖിസ്സൽ ഖസീറ ബിശക്കിലിൻ ഖാസിൻ, ഒരു ഖിസ്സ ഖസീറ എന്ന ഷോർട്ട് സ്റ്റോറി എന്ന രീതിയിൽ പ്രത്യേകമായും ഖാസായും പൊതുവെ സാഹിത്യങ്ങളെല്ലാം ആമായും ഒക്കെ ഇടകലർന്നു. പറഞ്ഞു വരുന്നത് അറബി സാഹിത്യത്തിലെ കഥ എന്ന രൂപം അറബി സാഹിത്യത്തിൽ വളർന്നു വന്നത് പൊതുവെയുള്ള അറബികളും ഗർബുകളും തമ്മിലുള്ള ഇടകലരത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യപ്പെടുന്ന സംസ്കാരങ്ങളുടെ കൂട്ടത്തിൽ കഥകളുടെയും സാഹിത്യങ്ങളുടെയും സാഹിത്യരചനകളുടെയും ചില നിബന്ധനകളും നൂതന സംവിധാനങ്ങളും നൂതന രീതികളുമൊക്കെ പരസ്പര കൈമാറ്റം ചെയ്യപ്പെടുകയും ആ കൈമാറ്റത്തിൻ്റെ ഭാഗമായിട്ട് ഖിസ്സൽ ഖസീറ അറബികളുടെ ഇടയിലേക്ക് സമ്പൂർണ്ണ നിബന്ധനാരൂപത്തിൽ എത്തിച്ചേരുകയും ചെയ്തു. മാഹിയൽ ഖിസ്സൽ ഖസീറ, ഇത് ജനറലായിട്ട് നമ്മളൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞതാണ്. ഇനി അടുത്ത നമ്മൾ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. മാഹിയൽ ഖിസ്സൽ ഖസീറ, എന്താണ് ഖിസ്സൽ ഖസീറ? അൽ ഖിസ്സൽ ഖസീറ ഖിസ്സത്തുൻ നസ്രിയ്യ ഖയാലിയ്യ മുഖ്തസറ തകൂനു അക്തറ മിൻ അൽ-റിവായ വതതനാവലു ആദതൻ ശഖ്സിയാത്ത് ഖലീല ഫഖത്ത്. അപ്പോൾ എന്താണ് ചെറുകഥ എന്ന് പറഞ്ഞാൽ? കഥ എന്ന് പറഞ്ഞാൽ, ചെറുകഥ എന്ന് പറഞ്ഞാൽ, ഷോർട്ട് സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഖിസ്സ നസ്രിയ, ഗദ്യരൂപത്തിലുള്ള ഒരു കഥയാണ്. അങ്ങനെ പറയുമ്പോൾ നമുക്ക് എന്താണ് ഗദ്യരൂപത്തിലുള്ള കഥ എന്നിവിടെ ചുരുക്കി പറയാൻ അത് നിർവചനം പറയണം. നിർവചനം അത്രയും പക്കയായിരിക്കണം. അപ്പോൾ പദ്യത്തിനും കഥകളുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ മലയാളത്തിൽ തന്നെ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ, നിങ്ങൾക്കുള്ളതുപോലെ നാട്ടിൽ ഞങ്ങൾക്കുണ്ടൊരു മുത്തശ്ശി, കഥകൾ പറയാറുണ്ടന്തിക്കോരോ കവിതകൾ മാനത്തുലയുമ്പോൾ എന്ന് പറയുമ്പോൾ അതൊരു കവിതയാണ്. പക്ഷേ അതിൽ ഒരു മുത്തശ്ശിയുടെ കഥയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഖിസ്സൽ ഖസീറ എന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞാൽ ഖിസ്സൽ ഖസീറ ആവുകയില്ല. ഖിസ്സത്തുൻ നസ്രിയ്യത്തുൻ ഖയാലിയ്യത്തുൻ മുഖ്തസറത്തുൻ, ചെറിയതായി അവതരിപ്പിക്കപ്പെട്ട ഭാവനയിൽ നിന്ന് എഴുതപ്പെട്ട ഗദ്യസാഹിത്യത്തിൻ്റെ കഥാരൂപം. അഖ്സറു തകുന അഖ്സറു മിൻ അൽ-റിവായ, ഇനി ഈ കഥ തന്നെ നീട്ടി എഴുതിയാൽ അതിന് പേര് മാറും, നോവൽ എന്നതിലേക്ക് എത്തും. നോവലിനേക്കാളും ചെറുതായിരിക്കും. വതതനാവലു ആദതൻ ശഖ്സിയാത്ത് ഖലീല ഫഖത്ത്, നോവലിൽ ചിലപ്പോൾ ഒരുപാട് കഥാപാത്രങ്ങളുണ്ടാകും. കുറഞ്ഞ കഥാപാത്രങ്ങളെ ഒതുക്കിക്കൊണ്ട് വലിയൊരു ആശയത്തെ ഗദ്യരൂപത്തിൽ പറയുന്ന വളരെ ചുരുക്ക രൂപത്തിലുള്ള ഒരു എഴുത്താണ് ഖിസ്സ ഖസീറ എന്ന് നമുക്ക് പറയാം. ലാ തതജാവസുൽ 10,000 കലിമ, 1000 വേർഡിനേക്കാൾ അധികരിക്കാൻ പാടില്ല. തഹ്ദുഫില തഖദീമി ഹദസിൻ വഹീദ്, ഒരു കഥയുടെ പേര് നമ്മൾ ഒരു പ്ലോട്ട്, ഒരു തീം എന്നൊക്കെ പറയും. ഒരു തീമിൽ ചുറ്റിപ്പറ്റിക്കൊണ്ട് നോവലാവുന്ന സമയത്ത് ഒരുപാട് ഒരു തീമായിരിക്കും, പക്ഷേ ഒരുപാട് ട്വിസ്റ്റുകളൊക്കെ ഉണ്ടാവും. അങ്ങോട്ടും ഇങ്ങോട്ടും പല കഥകൾ പലയിടത്ത് നടക്കുന്നു, അതെല്ലാം കൂടിച്ചേരുന്നു, അങ്ങനെ കുറേയൊക്കെ ഉണ്ട്. ഇതിൻ്റെ മുദ്ദത്തിൻ സമനിയ ഖസീറ, ഒരു ചുരുങ്ങിയ കാലയളവിൽ നടന്ന മക്കാനിൻ മഹദൂദിൻ ഗാലിബൻ, ഒരുപാട് സ്ഥലങ്ങളൊന്നും ഉണ്ടാവില്ല. കുറച്ചാൾ വിദേശത്ത്, കുറച്ചാൾ ഇവിടെ, കുറച്ചാൾ അവിടെ, അതേസമയം മറ്റൊരിടത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഏതെങ്കിലും ഒരു ചെറിയ പ്ലേസിൽ ലിമിറ്റഡ് ചെയ്തിട്ടായിരിക്കും. അങ്ങനെ ലിതുഅബ്ബിറ അൻ മൗഖിഫിൻ ഔ ജാനിബിൻ മിൻ ജവാനിബിൽ ഹയാത്ത്, ഇതിൽ ജീവിതത്തിൻ്റെ 1-2 ഭാഗങ്ങൾ അതിൽ സൂചിപ്പിക്കുന്നുണ്ടാകാം. ഏതായാലും വൽ ഖിസ്സൽ ഖസീറ ഹിയ അയ്ദൻ ഇഹ്ദാൻ വ ഇസ്ർദി വൽ ഹിക്കായ, അവതരണത്തിൻ്റെയും നരേഷൻ്റെ മറ്റൊരു രീതിയാണ് ഖിസ്സ ഖസീറ എന്ന് പറയുന്നത്. അത് വതതക്കബ്ബനു മിൻ ഇദ്ദത്തി അനാസിരിൻ ദിറാമിയ്യത്തിൻ വ മജ്മൂഅത്തി അഷ്ഖാസിൻ, അതൊരു പക്ഷേ ഡ്രാമയിലെ പല എലമെൻറ്റ്സ് ചേർന്നുണ്ടാകാം. വ മജ്മൂഅത്തി അഷ്ഖാസിൻ, ചില വ്യക്തികളുടെ ഒരു സം ടോട്ടലായിരിക്കാം, ഒരുപാട് വ്യക്തികൾ കൂടി ചേരുന്നതായിരിക്കാം. തദ്ഖുലു ഫീമാ യരിഫു ബിസ്സിറാഇ ദിറാമി, നമ്മൾ ഡ്രാമയിലെ ഒരു കോൺഫ്ലിക്റ്റ് എന്നൊക്കെ പറയുന്നത് പോലെ. ഏതായാലും വബിഖദ്രിൻ തഖദി സിറാ വതശ്ബീഹു തസീദു ഖുവ്വതൻ ഹബ്കത്തൽ ഖിസ്സ വമാ ലിതാറ ഫിഹാ വതസീദു ഐദൻ ഖീമത്തുഹൽ ഫന്നിയ, അതിൻ്റെ അവതരണ രീതി കൂടുകയും അതിൻ്റെ സാഹിത്യ രചനാ രീതി വളർന്നു വരികയും ഒക്കെ ചെയ്യുന്നത് ഖിസ്സ അൽ ഖസീറയിൽ നമുക്ക് കാണാൻ കഴിയും. ഏതായാലും ഖിസ്സ ഖസീറ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ, സൂചിപ്പിച്ചതുപോലെ ഒരു കഥാപാത്രങ്ങൾ, വിവിധ കഥാപാത്രങ്ങളൊക്കെ ചേർന്ന് എഴുതിയുണ്ടാക്കുന്ന, വിവിധ കഥാപാത്രങ്ങളുടെ സഞ്ചാര വഴികളൊക്കെ സൂചിപ്പിക്കുന്ന ഒന്നാണ് ഖിസ്സ അൽ ഖസീറ എന്ന് പറയുന്നത്. ഏതായാലും അത് ഗദ്യസാഹിത്യ രൂപമാണ്. അപ്പോൾ നമ്മൾ പരീക്ഷയ്ക്കൊക്കെ എഴുതുന്ന സമയത്ത് ഓർത്തു വെക്കേണ്ട ഒരു കാര്യം, തുടങ്ങേണ്ടത് തന്നെ ഖിസ്സ ഖസീറ എന്ന് പറഞ്ഞാൽ
ഫന്നുൻ മിനൽ ഫുനൂനിൽ അദബ് എന്ന് പറഞ്ഞ് തുടങ്ങാം. അതായത് ഷീറിനെ കുറിച്ച് ചോദിക്കുമ്പോഴും നമുക്ക് പറയാം ഫന്നും മിൻ ഫുനൂനിൽ അദബ്. പിന്നെ എന്താണ് നസറാണോ ഷിയറാണോ, അതെങ്ങനെ ഹയാലി ആയിട്ടാണോ ഉണ്ടാവുക, അങ്ങനത്തെ ഓരോ ഘടകങ്ങൾ അതിലേക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പം ഇനി ആധുനിക കാലഘട്ടത്തിലെ മറാഹിലു തതവ്വുൽ ഖിസ്സൽ ഖസീറ ഫിൽ അറബി അദബ് അൽ അറബി അൽ ഹദീസ്, ആധുനിക കാലഘട്ടത്തിലെ ഖിസ്സ ഖസീറയുടെ ഡെവലപ്മെൻറ്റിൻ്റെ ഘട്ടങ്ങളാണ് പറയുന്നത്. അത് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാമിക കാലഘട്ടത്തിൽ തന്നെ ഖിസ്സ ഖസീറ ഉണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഥകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ചില ഘട്ടങ്ങളായിട്ട് തിരിക്കുന്നുണ്ട്. ഒന്ന് അൽ മർഹലത്തുൽ ഊല, 3 ഘട്ടങ്ങളിലൂടെയാണ്. അബ്റ സലാസി മറാഹിലിൻ മുഖ്തലിഫത്തിൻ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, 3 ഘട്ടങ്ങളിലൂടെയാണ് വളർന്നു വരുന്നത്. ഒന്ന് അൽ മർഹലത്തുൽ ഊല, അൽ മർഹലത്തുൽ ജനീനിയ മുഅർരിഖത്തുൻ മിൻ ബിദായത്തിൽ ഖർൻ. 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം മുതൽ 1914 വരെയുള്ള ഒരു കാലഘട്ടം. അപ്പോൾ 1900 മുതൽ 1914 വരെയുള്ള കാലഘട്ടമാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിലെ എഴുത്തുകാരായി അറിയപ്പെടുന്നത് സലീം ബുസ്താനി, ലബീബ് ഹാഷിം, ഖലീൽ ജുബ്രാൻ, മുസ്തഫ ലുത്ഫി അൽ മംഫലൂത്തിയൊക്കെയാണ്. ഇനി രണ്ടാമത്തെ അൽ മർഹലത്തു തജ്രീബിയ എന്നാണ് പറയുന്നത്. ഒന്ന് ജനീനിയ, നമ്മൾ പിന്നെ ഭ്രൂണ കാലഘട്ടം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എൻ്റെ പരിശീലന കാലഘട്ടമാണ് തജ്രീബിയ എന്ന്. 14 മുതൽ 25 വരെയുള്ള കാലഘട്ടമാണ്. അപ്പോൾ ഇതൊക്കെ ഓരോ കാലഘട്ടത്തിൻ്റെ പേരും ആ കാലഘട്ടം ഏത് മുതൽ ഏത് വരെ എന്നും പിന്നെ അതിലെ ആളുകൾ ആരൊക്കെയാണെന്നാണ് നമ്മൾ ഓർത്തു വെക്കേണ്ടത്. അപ്പോൾ മുഹമ്മദ് തൈമൂറും താഹിർ ലാഷീനൊക്കെയാണ് ഈ കാലഘട്ടത്തിൽ. ഇനി തക്വീനിയ എന്ന് പറയുന്നൊരു കാലഘട്ടം, ആ കാലഘട്ടം വരുന്നത് 925 മുതൽ ഈ കാലഘട്ടം വരെ നമുക്കതിനെക്കുറിച്ച് പറയാം. അപ്പോൾ ഈ കാലഘട്ടത്തിൽ വിവിധമായിട്ട് ഒരുപാട് ആളുകൾ ഈ കാലഘട്ടത്തിൽ പ്രശസ്തരായി വന്നിട്ടുണ്ട്. ഹൈസുൽ അഹ്റാസുലൂബിൻ സർദിയും ജദീദ് യുഅക്കിദു അലാ തതവ്വുരി വതഹ്ലീലി നഫ്സി ലിശ്ശഖ്സിയാത്ത് ഫിൽ ഖസസ് മഹനജ അക്സർ വാഖിയത്തിൻ. എഴുത്തിലും രചനയിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്ന, എഴുത്തുകാരന് കൂടുതൽ സ്വാതന്ത്ര്യമെടുക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമായിട്ട് നമുക്കിങ്ങനെ പറയാൻ പറ്റും. ഇനി മൊത്തത്തിൽ അഹമ്മു റുവാദുൽ ഖിസ്സൽ ഖസീറ ഫിൽ അദബിൽ അറബി അൽ ഹദീസ്, ഈ അറബി സാഹിത്യത്തിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള എഴുത്തുകാരൊക്കെയെന്ന് നമുക്ക് നോക്കാം. قد اشتهر في القصة القصيرة عدد كبير من الأدباء في الوطن العربي. അറബ് ലോകത്ത് ധാരാളം ആളുകൾ ഖിസ്സ അൽ ഖസീറയുടെ മേഖലയിൽ വളരെ പ്രശസ്തരായിട്ടുണ്ട്. വക്കാന ലഹും ബിസിമത്തിഹിം അൽ ഖാസ ഫീ നശ്റതിഹി, അവർക്ക് അവരുടേതായ അടയാളപ്പെടുത്തലുകൾ അറബി സാഹിത്യത്തിലുണ്ടായിരുന്നു. ഇത് അല്ലാഹു ഇലൈഹി അദദൻ മിന തഖനിയ്യാത്തിൽ ഫന്നിയ, ഖിസ്സ അൽ ഖസീറ എന്ന ഫന്നിലേക്ക് പശ്ചാത്തലത്തിൽ നിന്നും അവരോടുള്ള സമ്പർക്കത്തിൻ്റെ ഭാഗമായി ലഭ്യമായ സാഹിത്യത്തിലേക്ക്, അവരുടെ കൂട്ടിച്ചേർക്കലിലേക്ക് പലതും വന്നിട്ടുണ്ട്. ഏതായാലും ഇക്കാലഘട്ടത്തിലെ പ്രഗത്ഭരായ കുറച്ച് ആളുകളെ നമുക്ക് പരിചയപ്പെടാം. ഒന്ന് മുഹമ്മദ് തൈമൂറാണ്. മുഹമ്മദ് തൈമൂർ 21 മുതൽ വളരെ കുറഞ്ഞ കാലം ജീവിച്ച 1892 ജനിച്ച് 1921 അന്തരിച്ച ഒരാളാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയാറ് ഹുവ മിൻ അഹമ്മി റുവാദിൽ ഖിസ്സൽ ഖസീറ, ഖിസ്സൽ ഖസീറയിലെ പ്രഗത്ഭരായ ഒരാളിൽപ്പെട്ട ഒരാളാണ്. പിന്നെ അല്ലെങ്കിൽ അൽ ഖിസസി വൽ മസ്റഹി ഫി മിസ്ർ, ഈജിപ്തിൽ മിസ്റിലെ ഖിസസ് അല്ലെങ്കിൽ കഥയെഴുത്തും അല്ലെങ്കിൽ നാടകമെഴുത്തും ഒക്കെ തുടക്കം കുറിച്ചവരിൽ ഒരാളാണ്. അറബി സാഹിത്യത്തിൻ്റെ ഒരു വരണ്ട അവസ്ഥയെ രക്ഷിച്ചെടുത്ത ഒരാൾ എന്നൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് പറയാറുണ്ട്. ഏതായാലും അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു രചനയാണ് ഫിൽ ഖിത്താർ. അതിനെക്കുറിച്ച് പറയുന്നത് അവ്വൽ ഖിസ്സ മിസ്രിയ ഹഖീഖ ഹയാലിയ, ശരിക്കും ഖാലിയത മിന തർജുമ വൽ ഇഖ്തിബാസ്, പൂർണ്ണമായിട്ട് അറബി ഭാഷയിൽ എഴുതപ്പെട്ട ആദ്യത്തെ ഖിസ്സ അറബിയാണ്. അങ്ങനെ പൂർണ്ണമായിട്ട് അറബി ഭാഷയിൽ എഴുതപ്പെട്ട എന്ന് പറഞ്ഞാൽ പല രചനകളും മറ്റുള്ള ഭാഷകളിൽ നിന്ന് അറബിയിലേക്ക് തർജുമ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ സക്കരിയ താമിർ, മഹ്മൂദ് സൈഫുദ്ദീൻ അൽ ഇറാനി, ഈസ അൻ നാഗൂരി, ഹസ്നി ഫരീസ്, യൂസുഫ് ഇദ്രീസ്, ഖസാൻ കനഫാനി, ജുബ്രാൻ ഖലീൽ ജിബ്രാൻ, മിഖായിൽ നുഐമ തുടങ്ങിയ എഴുത്തുകാർ അറബി സാഹിത്യത്തിൽ. ഈ എഴുത്തുകാരെക്കുറിച്ചൊക്കെ അവരുടെ ജനനം, അവരുടെ മരണം, അതുപോലെ അവർ എഴുതിയ ചില രചനകൾ, ഇതൊക്കെ നമ്മളൊന്ന് വായിച്ച് പഠിക്കണം. ഇങ്ങനെ ഖിസ്സ അൽ ഖസീറയുടെ ചരിത്രം ഇങ്ങനെ നീണ്ടു കിടക്കുന്നു. ഇപ്പോഴും വളർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്ന സാഹിത്യരൂപമാണ് ആധുനിക അറബി സാഹിത്യത്തിലെ അൽ ഖിസ്സ അൽ ഖസീറ. ശുക്രൻ ലക്കും ലിഹുസ്നി ഇസ്തിമാഇക്കും. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.